പടം നമുക്ക് ത്രൂ ഔട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം. അഭിനയം ഒരു രക്ഷയില്ലാത്ത അഭിനയമായിരുന്നു. 4 പേരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോറടി ഇല്ലാതെ ആദ്യം മുതൽ അവസാനം വരെ കാണും. ആ ഫിലിമിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെയായിരുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല. അടിപൊളി പടം. നന്നായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള നല്ലതായിരുന്നു. ആദ്യമായിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ കളറില്ലാത്തതിൻ്റെ ഒന്നും ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നു. ഒരു ലാഗും തോന്നിയില്ല. തൊട്ട് അവസാനം വരെ ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. എൻട്രി ഒക്കെ പൊളിയായിരുന്നു. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് വിഷയം വേറെ ലെവലാണ്. ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. സീൻസിൽ വളരെ നന്നായിട്ട് ഒരു സിനിമാറ്റോഗ്രാഫി എടുത്തിട്ടുണ്ട്. അർജുൻ അശോക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല മൂവിയാണ്, എല്ലാവരും കാണും. നല്ല മൂവിയാണ്. ഒക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ നാച്ചുറലായിട്ട് പൊളിക്കാനും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പേടിയായി അത് കണ്ട് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. കുഴപ്പമില്ലായിരുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്കിഷ്ടപ്പെട്ടു. അയ്യോ, അതൊരു പണ്ടത്തെ കാലത്തെ ഒരു പടം എന്ന് വെച്ചാൽ അധികാരം കിട്ടേണ്ടത് നല്ല ആളുകളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകും. പക്ഷെ അതൊരു ക്രൂരൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അത് അർഹതയില്ലാത്തവരുടെ കയ്യിൽ കിട്ടിയാൽ അത് നാശമാണ് ഉണ്ടാവുക. അതാണ് എനിക്ക് എല്ലാവരും ഒന്ന് പിടിച്ചിരുത്തിയിട്ടുണ്ട് ആ പടം. എന്നാണ് ലാസ്റ്റ് അത് കാണുമ്പോൾ തൊട്ടിട്ട് ലാസ്റ്റ് വരെ നമുക്ക് ഒരു ആകാംക്ഷയായിരുന്നു എന്താണെന്നുള്ളത്. എന്തായാലും പടം സൂപ്പറാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അധികാരത്തിൻ്റെ ഒരു ദുർവിനിയോഗമാണ് അത് കാണിക്കുന്നത്. എന്നുവെച്ചാൽ പാവങ്ങൾക്ക് നേരെ അധികാരം കയ്യിൽ കിട്ടിയവന് എന്തും ചെയ്യാമെന്നുള്ള ഇത്. അപ്പോൾ ആ നിസ്സഹായൻ അവനും അത് തന്നെയാണ് അവസാനം. ഇപ്പോൾ കുറേ നമ്മളിപ്പോൾ അധികാരം കയ്യിൽ കിട്ടുമ്പോൾ ചെയ്തു കൂട്ടുന്ന പല ക്രൂരതകളും തന്നെയാണ് ഭാവിയിലും പലരും അത് തന്നെയാണ് അനുകരിക്കുന്നു എന്നുള്ളതും ഒരു വേദന ഉണ്ടാക്കുന്നൊരു വിഷയമാണ്. എനിക്കതങ്ങനെ തോന്നണത്. കാരണം പിന്നെയും അതിൻ്റെ അടിമത്തത്തിൽ വന്ന് കിടന്നവൻ തന്നെ വീണ്ടും അവിടുന്ന് പുറത്ത് കിടക്കുമ്പോൾ പിന്നെ 2 വ്യക്തികൾ തമ്മിൽ അവർ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ അവർക്ക് 2 കൂട്ടർക്കും രക്ഷപ്പെടാമായിരുന്നു. അത് ചെയ്യാതെ ആ ഒരു മോതിരത്തിൻ്റെ കേസിൽ തന്നെ കിട്ടില്ലേ. അപ്പോൾ അത് അവിടെ വരുമ്പോൾ അവർ 2 കൂട്ടരും തല്ലൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അധികാരം എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു എല്ലാവർക്കും ഉള്ളൊരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പടം പണ്ടത്തെ ഇപ്പം അമ്മ പറഞ്ഞ പോലെ അടിപൊളി പടമാണ്. ഇവർക്കാണ് കൂടുതൽ അതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു